ബിഗ് ഓഫർ ഉടൻ തന്നെ ആവട്ടെ നിങ്ങളുടെ പർച്ചേസ്. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആൻഡ് മാംഗ്ലൂർ. ബീഹാറിലെ പോലീസ് കസ്റ്റഡിയിൽ 2 യുവാക്കൾ കൊല്ലപ്പെട്ടത് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയതിന് ശേഷമെന്ന് കണ്ടെത്തൽ. അന്ത്യകർമ്മങ്ങൾക്കായി യുവാക്കളുടെ മൃതദേഹങ്ങൾ കുളിപ്പിക്കുന്നതിനിടെ ബന്ധുക്കളാണ് ശരീരത്തിൽ അടിച്ചുകയറ്റിയ നിരവധി ആണികൾ കണ്ടെത്തിയത്. നഖങ്ങൾ ചതച്ചരക്കപ്പെട്ട നിലയിലുമായിരുന്നു. അതിക്രൂരമായ മർദ്ദനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. വാർത്ത കാണാം. യുവാക്കളിൽ ഒരാളായ ഗുഫ്രാന്റെ തുടകളിൽ നിന്നും കാൽപാദങ്ങളിൽ നിന്നും അടിച്ചുകയറ്റിയ നിലയിൽ നിരവധി ഇരുമ്പാണികളാണ് കണ്ടെടുത്തത്. ഗുഫ്രാനെയും സുഹൃത്ത് തസ്ലിമിനെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പിടിച്ചുകൊണ്ടുപോയതെന്നാണ് ഈ സംഭവത്തോടെ തെളിയുന്നതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അവർ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് കൊന്നത്. ഇങ്ങനെ പീഡിപ്പിക്കുന്നതിനേക്കാൾ അവരെ വെടിവെച്ച് കൊല്ലുന്നതായിരുന്നു നല്ലതെന്ന് ബന്ധു കൂടിയായ തൻവീർ പറയുന്നു. ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിനേക്കാൾ അവർക്ക് ഞങ്ങളുടെ മകനെ ഒറ്റവെട്ടിന് കൊല്ലാമായിരുന്നു, ഗുഫ്രാന്റെ മാതാപിതാക്കൾ പറഞ്ഞു. ഗുഫ്രാനും സുഹൃത്ത് തസ്ലീമിനും ഗ്രാമത്തിൽ യാതൊരുവിധ ക്രിമിനൽ കേസുകളും നിലവിലില്ല. അവൻ നിരപരാധികളാണെന്ന് ഗ്രാമം ഒന്നടങ്കം വിശ്വസിക്കുന്നു. യുവാക്കളെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നതിന്റെ തലേ ദിവസം സുഹൃത്ത് കുനാൽ സിംഗിനൊപ്പം കല്യാണാഘോഷത്തിലായിരുന്നു അവർ എന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മോഷണ കേസിലും കൊലക്കേസിലും പങ്കുണ്ടെന്നാരോപിച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു. അതേസമയം യുവാക്കൾ കുറ്റവാളികളല്ലെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. സംഭവത്തിൽ സീതാമാരിയിലെ ദുംറ പോലീസ് സ്റ്റേഷൻ മേധാവി ചന്ദ്രഭൂഷൺ സിംഗ് ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും SP അടക്കമുള്ളവർക്ക് കാരണം കാട്ടിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും ബീഹാർ DGP ഗുപ്തേശ്വർ പാണ്ഡെ പറഞ്ഞു. യുവാക്കളുടെ പോലീസ് കസ്റ്റഡി മരണത്തിനെതിരെ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും നടത്തിയ ശക്തമായ പ്രക്ഷോഭത്തിനൊടുവിലാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.